ക്ലീറ്റസേ, ഞാൻ വളരെ സന്തോഷവാനാണ്, വളരെ ഹാപ്പിയാണ്. എന്താണ് പ്രസിഡന്റ് കാര്യം? തനിക്കറിയത്തില്ലേ, ഇടോ ഡൽഹിയിൽ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചില്ലേ? അല്ല, അത് നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ, അത് ഞങ്ങൾ ഇവിടെ ആഘോഷിച്ചു. പക്ഷെ ഇവിടെ ആഘോഷിച്ചാൽ മാത്രം പോരാ, ഇവിടെയും അതുപോലെ നമുക്കൊരു സ്ഥാനാർത്ഥിയെ എത്രയും പെട്ടെന്ന് അടുത്ത ഇലക്ഷൻ ഉണ്ടാക്കണം, വിജയിപ്പിക്കണം. ഞാനും അതിൻ്റെ ഒരു ഓട്ടത്തിലാണ്. ഓട്ടത്തിലാണ്. പക്ഷേ ഇവിടുത്തെ കാര്യം അറിയാമല്ലോ എനിക്ക്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോരാ, ഇവിടെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കി എടുക്കണം. ഞാൻ പ്രസിഡന്റ് നമ്മുടെ ഈ കർഷകരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കർഷകരുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കർഷക സമരം സംഘടിപ്പിച്ചാലോ, അവരുടെ കുറേ പ്രശ്നങ്ങളൊക്കെ അത് നമുക്ക് കുറച്ച്. ഒരു കാര്യമില്ലടോ, അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് സഹതാപം വേണം. പ്രസിഡന്റ് പറയണത് നമ്മൾ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി കരഞ്ഞ് കാല് പിടിച്ച് വോട്ട് ചോദിക്കണതായിരിക്കും അല്ലേ? അതുകൊണ്ട് കാര്യമില്ല. പിന്നെ ഏതെങ്കിലും ഒരു വീട്ടുകാർ കരയണം, ബാക്കിയുള്ളവരെ കണ്ട് നമ്മൾ കരയിപ്പിക്കണം. മനസ്സിലായില്ല പ്രസിഡന്റ്? എടോ, ഒരു രക്തസാക്ഷി വേണമെന്ന് പറഞ്ഞു പറഞ്ഞത്. ഒന്നാമത് നമ്മുടെ പാർട്ടിയിൽ ആൾക്കാർ കുറവാണ്, അതിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ നടക്കുമോ? നടക്കും, നടത്തണം. അതിനിപ്പം അതിനാരാ ഇപ്പം രക്തസാക്ഷിയാവാൻ? ആരായാലും 4 പേര് അറിയുന്ന ഒരാളായിരിക്കണം. നമ്മുടെ പാർട്ടിയിൽ ഇപ്പം അങ്ങനെ ഇല്ല, എടുത്തു പറയാൻ ആരും ഇല്ല. ഞാനൊരാളെ അങ്ങോട്ട് പറയട്ടെ. ആരാ? അൻസാർ. അതൊന്നും ശരിയാവില്ല പ്രസിഡന്റ്. ക്ലീറ്റസ് ഇരിക്ക് ക്ലീറ്റസ്. ഈ സന്തോഷ വാർത്തയുടെ കേക്ക് അടുത്ത സ്ഥാനാർത്ഥി ക്ലീറ്റസ് ആണ്. പാർട്ടിയുടെ തീരുമാനമാണ്. ഇനി ഒരു സന്തോഷം കൂടെ വാർത്ത കൂടെ കേട്ടോ. ഇതിനു വേണ്ടി 1 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് പാർട്ടി തരും. മനസ്സിലായിട്ടോ? അതിൽ നിന്ന് ഒരു 25-30 കൊടുത്ത് നല്ലൊരു കൊട്ടേഷൻ ടീമിനെ സംഘടിപ്പിക്കും. ഒരു 25 ലക്ഷം രൂപ ആ അൻസാറിൻ്റെ കുടുംബത്തിൻ്റെ മണ്ടയ്ക്ക് വിട്ടു കൊടുത്തേക്കണം. അതോടുകൂടി അവരുടെ പ്രശ്നം തീരും. അവർ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. പിന്നെ പോയിട്ട് ബാക്കി ഒരു 10-45 ലക്ഷം രൂപ ഉണ്ട്. അതുകൊണ്ട് ക്ലീറ്റസിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. പാർട്ടിയെ വളർത്തുവോ ക്ലീറ്റസ് വളരുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ നമുക്ക് ഒരു സീറ്റ് ഇവിടെ കിട്ടിയിരിക്കണം. അതാണ് മെയിൻ കാര്യം. പിന്നെ ഈ പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആയുധങ്ങളും മറ്റ് തെളിവുകളും എല്ലാം കൊണ്ടുവന്ന് അവൻ്റെ പേരെന്താ, അമ്പിളിക്കുട്ടൻ, അവൻ്റെ കുടുംബത്തിൽ എവിടെയെങ്കിലും ഇത് ചെയ്യിച്ചേക്കണം. അന്വേഷണത്തിൽ ഇവരാണോ ഈ പാർട്ടി, അവൻ്റെ പാർട്ടിയാണ് ഇത് ചെയ്തതെന്ന് വന്നോളും. അതോടുകൂടി കംപ്ലീറ്റ് സഹതാപ തരംഗത്തോടുകൂടി ക്ലീറ്റസിന് ഈസി ആയിട്ട് ജയിക്കാം. ഞാനാ പറയുന്നത്. നമുക്ക് എന്തായാലും ഒരു സീറ്റ് വേണം, അത് കിട്ടിയേ മതിയാവും. നടരാജ, നീ ഒന്നും ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. നിന്റെ ക്ലീറ്റസ് നേതാവ് വലിയ വിഷമത്തിലാണ്. അതെന്താന്ന് വെച്ചാൽ നിനക്കറിയത്തില്ലേ, അവന്റെ പാർട്ടി പ്രവർത്തനങ്ങളൊന്നും ഉഷാറല്ല എന്നാണ് അവൻ പറയുന്നത്. നിന്നെ പോലുള്ള അണികൾ ഉണ്ടായിട്ട് എന്താണ് കാര്യം? എന്റെ ജീവൻ മുഴുവൻ ഞാൻ പാർട്ടിയിൽ അർപ്പിച്ചിരിക്കല്ലേ. ജീവൻ അർപ്പിച്ചിട്ട് എന്താ കാര്യം? പാർട്ടിയിൽ ഇറങ്ങി പ്രവർത്തിക്കണം നല്ലോണം. ഞാൻ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. പ്രവർത്തിച്ച് കണ്ടാ മതി. അതിന്റെ ആണല്ലോ ഇപ്പൊ ഓടി നടക്കുന്നത്. നീ പ്രവർത്തിച്ചതിന്റെ ആണ്. ഈടെ നിന്റെ അടുത്ത് കുറെ നേരമായിട്ട് പറയുന്നില്ലേ ഇത് ക്ലീറ്റസിനുള്ള സാധനമാണെന്ന്. അവൻ വരട്ട്, എനിക്ക് ഒരെണ്ണം അത് വരട്ടെ, തരാം. നിങ്ങൾ നേരത്തെ എത്തിയോ? ഞാൻ പറയാ എന്താണ് ഒരു വിഷമം പോലെ? ഒന്നുമില്ല, പാർട്ടിയുടെ ഓരോരോ പ്രശ്നങ്ങളെ മേളിൽ നിന്ന് പ്രസിഡന്റ് വിളിച്ച് സംസാരിച്ചു. പ്രവർത്തനങ്ങളൊക്കെ പോരാ, കുറച്ചുകൂടെ ഊർജ്ജമാക്കണമെന്ന് പറഞ്ഞിട്ടേ. അപ്പം അതിൻ്റെതായ കുറേ ടെൻഷൻ. കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഉള്ളൂ. അളിയൻ വിഷമിക്കണ്ട, അതൊക്കെ നമുക്ക് ഉഷാറാക്കാം. നീ ഇതാ ഈ ചക്ക വറ്റൽ അങ്ങോട്ട് തിന്ന. ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടായിക്കൊണ്ട് വന്ന വീട്ടിൽ നിന്നൊരു ചക്ക കിട്ടും. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു ക്ലീറ്റസിന് ഭയങ്കര ഇഷ്ടമാണ് ചക്കവറ്റലെന്ന്. അതുകൊണ്ട് നിനക്ക് വേണ്ടി പ്രത്യേകം വറുത്ത് കൊണ്ടുവന്നേ. അന്നേരം മുതൽ ഇതിനകത്തിട്ട് പിടിക്കുക. തിന്ന്. അതെ, നമുക്കൊന്ന് വൈകിട്ട് നമുക്ക് 3 പേർക്കും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടെ ചെറുതായിട്ടൊന്ന് കൂടിക്കൂടെ? പിന്നെന്തോ എൻ്റെ ചിലവാ.
ഇന്ന് അളിയന്റെ ചെലവാ വല്ല കോളം കിട്ടിയോ ലക്ഷണം ഉണ്ടല്ലോ. ഒന്നുമില്ല, കുറെ നാളായിട്ട് ആലോചിക്കുക ഈ പാർട്ടിയുടെ ഈ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാത്രമായിട്ട് നിന്നും മനസ്സ് തുറന്ന് കുറച്ച് നേരം സംസാരിക്കണേ. ശരി ചക്കവരല് കൊള്ളാം. ഇനി താണ്ടെ ഒരു ഫുൾ ചക്ക വറ്റല ഞാൻ നിനക്ക് ഫുൾ ചക്ക വറ്റലാക്കി നിനക്ക് വീട്ടിൽ തരുന്നതായിരിക്കും. തക്ലിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ വീട്ടിൽ കൊണ്ടുപോകാൻ മറക്കണ്ട കേട്ടോ. ഇത് ഇവിടെ വെച്ചിരുന്ന ഇത് മൊത്തം തീർക്കും. ഒരു പാക്കറ്റ് എനിക്ക് കൂടെ വേണം. ആ നിനക്ക് തരാം. ആ പോരെ. അപ്പോൾ ശരി, അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാൻ വിളിക്കാം. ശരി ഇപ്പം ശരി. ഓക്കെ. Alien versus Alien.